നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ട്രസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മൾ എല്ലാ ടൈമിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മിഥുൻ സ്കിൽസ് ഫെയർ എന്ന ചാനലിൽ കൂടെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഫാമിലിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വരുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ പലതരത്തിലുള്ള ക്ലാസ്സുകളും ഡിസ്കഷൻസും ഒക്കെ ആ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലൂടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലോകപ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള എന്റർപ്രണർ ആയിട്ടുള്ള രത്തൻ ടാറ്റയുടെ ഒരു ലൈഫ് സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. നമുക്കെല്ലാം അറിയാം, രത്തൻ ടാറ്റ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ. ആളുടെ കുട്ടിക്കാലത്ത് 10 വയസ്സായപ്പോൾ തന്നെ പേരൻസ് സെപ്പറേറ്റഡ് ആയി. പിന്നെ ഗ്രാൻഡ് മദറാണ് വളർത്തിയത്. അദ്ദേഹം പിന്നെ സ്കൂളിങ്ങിലേക്ക് കടന്നപ്പോഴും പ്രൊഫഷണൽ ലൈഫിലേക്ക് കടന്നപ്പോഴും അതുകൂടാതെ തന്നെ കോളേജ് ഡേയ്സിലും ഒക്കെ അദ്ദേഹം ഒത്തിരി ചലഞ്ചസുകൾ ഫേസ് ചെയ്തു, പൊളിറ്റിക്കലി, പ്രൊഫഷണലി. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്നീ കാണുന്ന പോലെ ടാറ്റ എന്നൊരു വലിയ സംരംഭം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ വിശ്വാസം, ആ സ്വപ്നത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ട്രസ്റ്റിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. എന്ത് കാര്യവും കൺസിസ്റ്റന്റ് ആയി ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയങ്ങളിലും നമ്മുടെ ടീച്ചർമാർ പറയുന്നത്, ഒരു കാര്യം പറഞ്ഞിട്ട് 21 ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യൂ. എന്തുകൊണ്ടാണ് 21 ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഉസൈൻ ബോൾട്ട് എന്നുള്ള ഫേമസ് ആയിട്ടുള്ള അത്ലറ്റിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജമൈക്കയിൽ വളർന്ന അദ്ദേഹം കൊച്ചുനാളിലെ മുതൽ തന്നെ ക്രിക്കറ്റിലും ഫുട്ബോളിലും അതീവ തൽപരനായിരുന്നു. ടീനേജിലേക്ക് കടക്കുമ്പോഴും അദ്ദേഹം ജനിച്ച ജമൈക്കയിലെ ഗ്രാമത്തിൽ വളരെ ഒരു പ്രത്യേകം നിറഞ്ഞ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, സ്കൂളുകളിലും മറ്റും. 15 വയസ്സായപ്പോൾ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നേടി ജമൈക്കയിലെ ഫ്ലാഗ് ഉയർത്തി അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യ ഒളിമ്പിക്സ് 2004 വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹത്തിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം തളർന്നില്ല. തുടർച്ചയായ പ്രാക്ടീസും കൺസിസ്റ്റൻസിയോടെയുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ കോച്ചിന്റെ മികവുറ്റ സപ്പോർട്ടും ഗൈഡൻസും കൊണ്ട് ചൈനയിലെ ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിൽ അത്ലറ്റിക്കിൽ വിൻ ചെയ്തു. പിന്നെ അങ്ങോട്ട് 2012 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിൽ 8 ഗോൾഡ് മെഡലുകളാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ലോ ഓഫ് അട്രാക്ഷനിൽ ട്രസ്റ്റും കൺസിസ്റ്റൻസിയും എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്. നിരന്തരമായ പ്രാക്ടീസിലൂടെ പൂർണ്ണമായ വിശ്വാസത്തോടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന മാജിക്കൽ തിയറി ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോ ഓഫ് അട്രാക്ഷന്റെ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെയുള്ള ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായി നമ്മൾ ഉടൻ തന്നെ വീണ്ടും വരുന്നതായിരിക്കും. കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. മിഥുൻ സ്കിൽസ് ഫെയർ.